السلام عليكم ورحمة الله. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المرسلين محمد وآله وصحبه أجمعين. أما بعد. സ്നേഹാദരണീയരായ ഖുർആൻ പഠിതാക്കളെ, അധ്യായം 51 സൂറത്തു ദാരിയാത്ത് തുടരുകയാണ്. ഇന്ന് 15 മുതൽ 19 കൂടിയുള്ള ആയത്തുകൾ നമുക്ക് പഠിക്കാം ഇൻഷാ അല്ലാഹ്. ആദ്യമായി അതിന്റെ പാരായണം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن المتقين في جنات وعيون آخذين ما آتاهم ربهم إنهم كانوا قبل ذلك محسنين كانوا قليلا من الليل ما يهجعون وبالأسحار هم يستغفرون وفي أموالهم حق للسائل والمحروم. സഹോദരങ്ങളെ, 14 വരെയുള്ള ആയത്തുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഈ ആദ്യത്തില് അള്ളാഹു പലതിൻ്റെയും പേരിൽ സത്യം ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ വാഗ്ദാനങ്ങളൊക്കെ അത് സത്യമായി, അതിൻ്റെ മുന്നറിയിപ്പുകളൊക്കെ അത് സത്യമായി പുലരുമെന്ന് പറഞ്ഞ ശേഷം ആകാശത്ത് വെച്ച് സത്യം ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ മക്കാ മുശ്രിക്കുകളായ ആൾക്കാരെ പറ്റി നിങ്ങളൊക്കെ വ്യത്യസ്തമായ, വിഭിന്നമായ അല്ലെങ്കിൽ പരസ്പര വിരുദ്ധമായ അഭിപ്രായത്തിലാണ് നിങ്ങൾ നിലകൊള്ളുന്നത്, സത്യത്തിൽ നിന്ന് പലരും തെറ്റിക്കപ്പെടുന്നുണ്ട് എന്നൊക്കെ വിശദീകരിച്ച ശേഷം അള്ളാഹു ഈ സത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള യഥാർത്ഥ വിശ്വാസികളുടെ അവസ്ഥയെ സംബന്ധിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വഉയൂൻ 15-ാമത്തെ ആയത്ത്. ഇന്ന തീർച്ചയായും, അൽ മുത്തഖീന തഖ്വ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ചവർ അഥവാ ഭയഭക്തന്മാർ, മുത്തഖികൾ, ഫീ ജന്നാത്തിൻ അവർ തോപ്പുകളിലാണ്, തോട്ടങ്ങളിലാണ്. ജന്നത്ത് തോട്ടം, അതിന്റെ ബഹുവചനാണ് ജന്നാത്ത്, തോട്ടങ്ങൾ അല്ലെങ്കിൽ തോപ്പുകൾ, തോപ്പുകളിലാണ്. സ്വർഗീയ തോപ്പുകളാണ് ഉദ്ദേശിക്കുന്നത്. വഉയൂൻ അരുവികളിലുമായിരിക്കും. അപ്പോൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചിട്ടുള്ളവർ, നേരത്തെ പറഞ്ഞതിന്റെ 14 വരെയുള്ള ആയത്തുകളുടെ തൊട്ട് മുമ്പ് പറഞ്ഞിട്ടുള്ള നിഷേധികളുടെ നേരെ മറുഭാഗമാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത്. അവരിങ്ങനെ ചോദിക്കും, എപ്പോഴാണ് ഈ അന്ത്യദിനം ഉണ്ടാവുന്നത് എന്നൊക്കെ ചോദിക്കും. അവരോട് പറഞ്ഞ മറുപടി, നരകത്തിന്റെ മുമ്പിൽ നിങ്ങൾ പരീക്ഷിക്കപ്പെടുന്ന ദിവസമായിരിക്കും, അന്ന് അവിടെ വെച്ച് നിങ്ങൾ അനുഭവിച്ചു കൊള്ളുക എന്ന് നിങ്ങളോട് പറയുകയും ചെയ്യും. നിങ്ങൾ ധൃതിപ്പെട്ടിരുന്നത് ഇത് വരാനായിരുന്നല്ലോ, ഇന്ന് ആസ്വദിച്ചോളൂ എന്ന് പറയും. അങ്ങനെ പറഞ്ഞിട്ടാണ് നിഷേധികളുടെ അവസ്ഥ അവിടെ അവസാനിപ്പിച്ചത്. ഇനി അതിനെ തുടർന്ന് യഥാർത്ഥ സത്യവിശ്വാസം സ്വീകരിച്ചവർക്ക് എന്താണ് പടച്ചറബ് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നാ സൂചിപ്പിക്കുന്നത്. അവർക്ക് മുത്തഖികളായ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ഭയപ്പെട്ട് അള്ളാഹുവിനെ ഭയഭക്തിയോടുകൂടെ ജീവിച്ചിട്ടുള്ള മുത്തഖികളായ ആൾക്കാർക്ക് അവർക്ക് പരലോകത്ത് ഒരുപാട് തോപ്പുകളും ഒരുപാട് അരുവികളും അള്ളാഹു സജ്ജമാക്കി വെച്ചിരിക്കുകയാണ്. അവർ അവിടെ അത് ആസ്വദിച്ചുകൊണ്ടായിരിക്കും ജീവിക്കുക എന്നാണ് ഈ ആയത്തിലൂടെ അള്ളാഹു ഓർമ്മപ്പെടുത്തിയത്. അപ്പൊ ഇവിടെ പറഞ്ഞത് മുത്തഖികൾക്ക് എന്നാണല്ലോ, അതായത് തഖ്വ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ചവർക്ക് എന്നാണ്, സൂക്ഷ്മത പാലിച്ചുകൊണ്ട് ജീവിച്ചവർ. അപ്പൊ എന്താണ് ഈ തഖ്വ? തഖ്വക്ക് ഒരുപാട് മേഖലകളുണ്ട്. അതിൽ ഏറ്റവും താഴെ തട്ടിലുള്ളത് ശിർക്കിനെ സൂക്ഷിക്കുക എന്നതാ. ആലോചിച്ച് നോക്ക് നിങ്ങൾ. തഖ്വയുടെ ഏറ്റവും താഴെ തട്ടിലുള്ളത് ജീവിതത്തിൽ ശിർക്ക് വരാതെ സൂക്ഷിക്കുക, ആ ശിർക്കിനെ എപ്പോഴും ഭയപ്പെട്ടുകൊണ്ടിരിക്കുക എന്നാണ്. ഇന്ന് മുസ്ലിം സമൂഹത്തിന് ഒരു വേള ഇല്ലാതെയായതും ഇത് തന്നെയാണ്. പ്രത്യേകിച്ച് മലയാളികൾക്ക് ഇല്ലാതെയായിപ്പോയതും ശിർക്കിനെ സംബന്ധിച്ച് യാതൊരു ഭയവുമില്ല. ശിർക്ക് വരുമെന്നോ, ശിർക്ക് വന്നാൽ തന്റെ പാപങ്ങളൊക്കെ അല്ല തന്റെ പ്രവർത്തനങ്ങളൊക്കെ നിഷ്ഫലമായി പോകുമെന്നോ, താൻ നരകത്തിൽ അകപ്പെട്ടു പോകുമെന്നുള്ള യാതൊരു പേടിയും ഇന്ന് മലയാളി മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പൊതുവെ ഇല്ല. ശിർക്കൊന്നും നമുക്ക് വരൂല. അത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, എന്റെ ഉമ്മത്തികൾക്ക് ശിർക്ക് വരൂല. അപ്പൊ എന്തൊക്കെ ശിർക്കം പ്രവർത്തനങ്ങൾ ചെയ്താലും അതൊന്നും ശിർക്കാവൂല എന്ന് വിചാരിക്കുകയും അത് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു തലമുറയിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നഅൂദു നമ്മൾ ആലോചിക്കണം. അപ്പോ തഖ്വയുടെ ഇമാം റാസി റഹിമഹുള്ള പറയുന്നത്, തഖ്വയുടെ ഏറ്റവും താഴെ തട്ടിലുള്ളതാണ് ശിർക്കിനെ സൂക്ഷിക്കുക എന്നത്. എന്നാലോ തഖ്വയുടെ ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ളത് ഏതാണ്? എല്ലാറ്റിനെയും എപ്പോഴും ഭയപ്പെട്ടുകൊണ്ടിരിക്കുക, അള്ളാഹുവിന് പുറമെയുള്ള എന്തിനേയും ഭയപ്പെട്ടുകൊണ്ടിരിക്കുക. എന്ത് ചെയ്യുമ്പോഴും, എന്ത് പറയുമ്പോഴും, എതിരെ പോകുമ്പോഴും, എവിടേക്ക് നോക്കുമ്പോഴും, എന്ത് കേൾക്കുമ്പോഴും, എന്തിനെപ്പറ്റി ചിന്തിക്കുമ്പോഴും ഒക്കെ ഒരു തഖ്വ, ഒരു ഭക്തി, പടച്ചവനെ ഇതിപ്പോ എനിക്ക് കേൾക്കാൻ പറ്റുമോ,
അള്ളാഹുവെ ഇതെനിക്ക് കാണാൻ പറ്റുന്നതാണോ, അള്ളാഹുവെ ഇതിപ്പോ എനിക്ക് കേൾക്കാൻ പറ്റുമോ, അള്ളാഹുവെ എന്റെ നാവ് കൊണ്ട് എനിക്ക് അങ്ങനെ പറയാൻ പറ്റുമോ, പടച്ചവനെ എന്റെ കൈ കൊണ്ട് എനിക്ക് അങ്ങനെ തൊടാൻ പറ്റുമോ, പടച്ചവനെ എന്റെ കാലുകൊണ്ട് അങ്ങോട്ടേക്ക് മുമ്പോട്ട് ഈ അവസ്ഥയിൽ മുമ്പോട്ട് പോകാൻ പറ്റുമോ എന്ന് ജീവിതത്തിന്റെ എല്ലാ നിമിഷങ്ങളും, അതാ പറയുന്നത്, എല്ലാ നിമിഷങ്ങളിലും സൂക്ഷ്മത ഉണ്ടാവുക. ചെയ്യാൻ പറ്റുമോ പറ്റൂലേ, ഇത് തെറ്റാണോ ശരിയാണോ, ഇത് അള്ളാഹ് വിലക്കിയതാണോ അള്ളാഹു അനുവദിച്ചതാണോ എന്ന ഒരു സൂക്ഷ്മതയോടുകൂടെ ഭക്തിയോടുകൂടെ മാത്രം ജീവിതത്തിൽ മുമ്പോട്ട് പോകുക എന്നുള്ളതാണ്. അങ്ങനെ ജീവിതത്തിലുള്ള എല്ലാറ്റിനെയും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹ് പറഞ്ഞതൊക്കെ സത്യമാണ്. അള്ളാഹ് പറഞ്ഞതിന്റെ അപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല. അള്ളാഹ് ശരിയാണെന്ന് പറഞ്ഞാൽ ശരിയാണ്, തെറ്റാണെന്ന് പറഞ്ഞാൽ തെറ്റാണ്, ചെയ്യണമെന്ന് പറഞ്ഞാൽ ചെയ്യണം, ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ചെയ്യരുത്. പിന്നെ അവിടെ വേറൊരു ആവശ്യമല്ല, എന്ത് അത് അങ്ങനെ ആവോ, അതിലെന്തോ കാര്യമുണ്ടോ, അത് ചെയ്യാൻ പറ്റുമോ, ചെയ്താലോ വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് തുടങ്ങിയിട്ടുള്ള ആ ജാതി ചിന്തകളൊന്നുമില്ല. അള്ളാഹു കൽപ്പിച്ചത് എന്താണോ അത് മുഴുവനും ജീവിതത്തിൽ ഒരു നിമിഷം പോലും വിടാതെ ജീവിതത്തിന്റെ മുഴുവൻ സമയങ്ങളിലും മുഴുവൻ നിമിഷങ്ങളിലും രാവിലും പകലിലും ജോലിയിലും വിശ്രമത്തിലും ഉറക്കിലും ഉണർച്ചയിലും തുടങ്ങിയിട്ട് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എന്തൊക്കെയുണ്ടോ ആ മേഖലകളിലെല്ലാം എപ്പോഴും അള്ളാഹുവിന്റെ കൽപ്പനകളെ ഭയപ്പെട്ടുകൊണ്ട് താൻ തെറ്റിലകപ്പെടുമോ എന്നുള്ള പേടിയോടുകൂടി ജീവിക്കുക. അതാണ് തഖ്വയുടെ ഏറ്റവും ഉയർന്ന നിലവാരമെന്ന. അങ്ങനെ ഇത്തരം തഖ്വ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് അങ്ങനെ ജീവിക്കുകയും മരിക്കുകയും ചെയ്തവര്, തൗഹീദോടുകൂടെ മരിക്കുകയും ചെയ്തിട്ടുള്ള മുത്തഖികൾക്ക് വെറും തൗഹീദ് പോരാ, അതിനനുസരിച്ചുള്ള അമലുകളും വേണം, സൽക്കർമ്മങ്ങളും പ്രവർത്തിച്ചിരിക്കണം. അങ്ങനെ സൽക്കർമ്മങ്ങളും അമലുസ്ബിൻ അതുപോലെ തന്നെ പൂർണ്ണമായ വിശ്വാസവും ഉൾക്കൊണ്ടുകൊണ്ട് മുത്തഖികളായിട്ട് ഇഹലോകത്ത് നിന്ന് വിട പറയുന്നവർക്ക് അള്ളാഹു ഒരുക്കി വെച്ചതാണെന്ത്, അവർക്ക് കുറെ തോപ്പുകൾ, കുറെ തോട്ടങ്ങളും കുറെ അരുവികളും ഉണ്ട്. അള്ളാഹു ഒരുക്കി വെച്ചരാ, അവർ അവിടെയായിരിക്കും, ആ തോട്ടത്തിലായിരിക്കും അവർ ജീവിക്കുന്നത് എന്നർത്ഥം. ഇവിടെ അള്ളാഹു സൂചിപ്പിച്ചത് 15-ാം ആയത്തിലെ മുത്തഖികൾക്ക് ജന്നാത്തുകളുണ്ട്, ബഹുവചനായിട്ടാണ് പ്രയോഗിച്ചിട്ടുള്ളത്. ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ എന്നാണല്ലോ പ്രയോഗിച്ചിട്ടുള്ളത്. ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ പറയുമെന്നാണ്. അപ്പോൾ അവർക്ക് തോപ്പുകളുണ്ട്. അപ്പൊ സ്വർഗത്തെ സംബന്ധിച്ച് തോപ്പ് എന്ന് പറയുന്നു. അപ്പൊ എന്താണ്, ചില സ്ഥലത്ത് അള്ളാഹു പറയുന്നത് ജന്നത്ത് എന്ന് ഏകവചനായിട്ട് പ്രയോഗിച്ചിട്ടുണ്ട്. ചില സ്ഥലത്ത് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്ക് 2 ജന്നത്തുണ്ടായിരിക്കും, ജന്നത്താനി, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി എന്ന് പറഞ്ഞുകൊടുത്ത് ജന്നത്താനി എന്ന് കാണാം. 2 സ്വർഗത്തോപ്പുകൾ നൽകും എന്ന് 2 എന്ന് പറഞ്ഞു. വേറെ ചിലയിടത്ത് ഇവിടെ പ്രയോഗിച്ചതുപോലെ ജന്നാത്ത്, അവർക്ക് ഒരുപാട് തോപ്പുകൾ നൽകും. അപ്പൊ ഇതെന്താണ് ഇങ്ങനെയൊക്കെ സൂചിപ്പിച്ചത് എന്നാ. പിന്നെ ജന്നത്ത് എന്ന് പറയുന്നത് ഒരു തോട്ടം എന്ന് പറയുമ്പോൾ നമ്മൾ മനുഷ്യൻ ഇവിടെ ചിന്തിക്കുമ്പോൾ എന്താണ്, മനുഷ്യൻ ഇവിടെ ചിന്തിക്കുന്ന സമയത്ത് തോട്ടം എന്ന് പറഞ്ഞാൽ അതിൽ കുറെ മരങ്ങളുണ്ടാവും, വീടുകളുണ്ടാവും, നദികളുണ്ടാവും, കുറെ ജനങ്ങൾ താമസിക്കും. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ദുനിയാവിലെ തോട്ടവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒരു തോട്ടം, ഇതൊക്കെ അവിടെ സ്വർഗത്തിലുണ്ട്. മരങ്ങളുണ്ട്, അരുവികളുണ്ട്, വീടുകളുണ്ട്, മണിമാളികകളുണ്ട്, അവിടെ താമസിക്കുന്ന ആൾക്കാരുണ്ട്, ജീവിക്കുന്നവരുണ്ട്. അപ്പോൾ ഒരു സ്വർഗത്തിലെ തോട്ടത്തെ പോലെ. എന്നാൽ ഒന്നുകൂടെ ആലോചിച്ച് നോക്കുമ്പോഴോ സ്വർഗത്തിലെ തോട്ടം പോലെ, സ്വർഗത്തിലെ തോട്ടം ദുനിയാവിലെ തോട്ടം പോലെയാണോ? അല്ല. വ്യത്യസ്തങ്ങളായ നീണ്ടുകിടക്കുന്ന അതിവിശാലമായ തോട്ടങ്ങൾ. ഇവിടെയുള്ളതുപോലെ കാട് പിടിച്ച അവസ്ഥയല്ല, ജീവിക്കാൻ സൗകര്യമുള്ള സുഖകരമായ അവസ്ഥ. ഒരേ തരം സസ്യമല്ല, ഒരുപാട് തരം സസ്യങ്ങൾ. പിന്നെ പഴവർഗ്ഗങ്ങൾ ഒരേ തരമല്ല, പലതരത്തിലുള്ള പഴവർഗ്ഗങ്ങൾ. ചുരുക്കി പറഞ്ഞാൽ മനുഷ്യന് ചിന്തിക്കാൻ കഴിയുന്നതിന്റെ അപ്പുറത്തേക്ക് കിടക്കുന്ന അതിവിശാലമായ അതീവ സുഖ സൗകര്യങ്ങളുള്ള തോട്ടം. ആ നിലക്ക് വരുമ്പം അതൊരു തോട്ടമാണെന്ന് പറഞ്ഞുകൂടാ, അതൊരുപാട് തോട്ടങ്ങളാണ്. ആ നിലയ്ക്കും ചിന്തിക്കുന്നുണ്ട്, ആ നിലക്കും ഇതിന് അർത്ഥമുണ്ട് എന്ന് വിശദീകരിക്കപ്പെടുന്നവരുണ്ട്. ദുനിയാവിലെ തോട്ടവുമായി ഒറ്റടിക്ക് നോക്കുമ്പോൾ ഒരു തോട്ടം, എന്നാൽ അത് ആഴത്തിൽ ചിന്തിച്ചാൽ, വിശാലമായി ചിന്തിച്ചാൽ അതൊരുപാട് തോട്ടങ്ങൾക്ക് സമാനമാണ്. അതുകൊണ്ട് ബഹുവചനമായിട്ട് പലയിടത്തും ഖുർആൻ പ്രയോഗിക്കുന്നു. അങ്ങനെ ചില വിശദീകരണങ്ങളുണ്ട്. പിന്നെ വേറെയും തോട്ടം 2 തോട്ടം, പിന്നെ ഒരുപാട് തോട്ടങ്ങൾ എന്നൊക്കെ പറയുന്നിടത്ത് വേറെയും ചില വിശദീകരണങ്ങളുണ്ട്. അതായത് അള്ളാഹു വിശ്വാസികൾക്ക് വഅദ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരാം എന്ന് പറയുന്നിടത്തൊക്കെ തോട്ടം എന്നുള്ള ഏകവചനമായിട്ടാണ് പ്രയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അള്ളാഹു സത്യവിശ്വാസികളിൽ നിന്ന് വിലക്ക് വാങ്ങി അവരുടെ സമ്പത്തും അവരുടെ സ്വത്തും ഇന്നല്ലാഹ ഇശ്തറ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന, അവിടെയും അള്ളാഹു ജന്നത്ത് എന്നുള്ള ഏകവചന പറഞ്ഞത്. അതായത് സത്യവിശ്വാസികളിൽ നിന്ന് അള്ളാഹു വാങ്ങിയിരിക്കുകയാണ് അവരുടെ സ്വത്തിനും അവരുടെ ദേഹത്തിനും പകരമായിട്ട്, സമ്പത്തിനും ശരീരത്തിനും പകരമായി അള്ളാഹു സ്വർഗം നൽകാം, ഒരു സ്വർഗം, ഒരു ജന്നത്ത് നൽകാം, ഒരു പൂന്തോപ്പ് നൽകാം എന്ന്, അല്ലെങ്കിൽ ഒരു തോപ്പ് നൽകാം എന്ന് അള്ളാഹ് അവരോട് പറഞ്ഞിട്ട് അവരുടെ നിന്ന് വാങ്ങിയിരിക്കുക. അപ്പൊ അള്ളാഹ് കൊടുക്കാം എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ഇന്നതിന് പകരമായിട്ടാണ് ഞാനിത് വാങ്ങുന്നത് എന്ന് പറയുന്നിടത്തൊക്കെ ഏകവചനം പ്രയോഗിക്കുന്നു എന്നാണ്. അതേ സമയത്ത് മനുഷ്യർക്ക് കൊടുത്ത സംഗതിയെ സംബന്ധിച്ച് അവർ സ്വർഗത്തിൽ എത്തിയിട്ടുണ്ട്,
അവർ സ്വർഗം ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു എന്നിങ്ങനെ പറഞ്ഞിട്ട് സ്വർഗത്തിൽ എത്തിയ അവസ്ഥയെ സംബന്ധിച്ച് സൂചിപ്പിക്കുമ്പോൾ അത് ദ്വിവചനമായിട്ട് രണ്ടെണ്ണത്തെ പ്രയോഗത്തിലോ അല്ലെങ്കിൽ ധാരാളം എന്ന പ്രയോഗത്തിലോ ജന്നത്താനി എന്നോ ജന്നാത്ത് എന്നൊക്കെ പ്രയോഗിക്കുന്നു. എന്ത് അതിന്റെ കാരണമാണ്? അതിന്റെ കാരണം എന്താണ്? ചില മുഫസ്സിറുകൾ വിശദീകരിക്കുന്നു. ചെറുത് വാഗ്ദാനം ചെയ്യുക, ഗ്യാരണ്ടി കൊടുക്കുക, ഒരു തോട്ടം തരാമെന്ന് ഉറപ്പ് കൊടുക്കുന്ന സമയത്ത് അത് 2, 3, 4, 10 ഒക്കെ ആയിട്ട് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ പറഞ്ഞതിനേക്കാളും കൂടുതൽ കൊടുക്കുന്നു, അല്ലെ? പറഞ്ഞതിനേക്കാളും കൂടുതൽ കൊടുക്കുന്നു. അപ്പോ അത് വലിയൊരു സന്തോഷവും വിചാരിച്ചതിനേക്കാളും ഏറെ കിട്ടുമ്പോൾ കിട്ടുന്ന വ്യക്തികൾക്ക്, സ്വർഗാവകാശികൾക്ക് കിട്ടുന്നവർക്ക് അമിതമായ സന്തോഷവും പിന്നെ അള്ളാഹുവിന്റെ കാരുണ്യത്തെപ്പറ്റി അവൻ എത്രയോ നമ്മൾ വിചാരിച്ചതിനേക്കാളും അപ്പുറമൊക്കെ തരുന്നുണ്ട് എന്നുള്ള ഉത്തമ ബോധ്യം അത് നേരിട്ട് അനുഭവിക്കുന്നതിനും വേണ്ടി ചെറുത് പറഞ്ഞിട്ട് വലുത് കൊടുക്കുന്നു എന്ന് അങ്ങനെ വിശദീകരിക്കുന്നുണ്ട്. അതേ സമയത്ത് നേരെ തിരിച്ചാണെങ്കിലോ, നിങ്ങൾക്ക് ഞാൻ ഒരുപാട് തോപ്പുകൾ തരാം എന്ന് വാഗ്ദാനം ചെയ്യുകയും കൊടുക്കുന്ന സമയത്ത് ഒരു തോപ്പ് കൊടുക്കുകയും ചെയ്താലോ, എന്താ കുറെ തരാന്ന് പറഞ്ഞിട്ടില്ലേ, എന്നിട്ട് എന്താ ഒന്ന് തരുന്നത്? ഒന്നല്ലല്ലോ, കുറെ തരാന്ന് പറഞ്ഞാൽ ഇത്രയ്ക്കേ ഇവിടെ ഉള്ളൂ, ഇതുകൊണ്ട് തൃപ്തിപ്പെട്ടോളൂ എന്ന് പറയേണ്ടി വരില്ലേ? അങ്ങനെ അള്ളാഹു പറയില്ല. ചെറുത് പറഞ്ഞിട്ട് ചെറിയ വാഗ്ദാനം ചെയ്തിട്ട് ചെറിയ സന്തോഷ വാർത്ത ചെറുതായിട്ട് അറിയിച്ചിട്ട് വലുതായിട്ട് കൊടുക്കുന്നു. അത് അള്ളാഹുവിന്റെ നീതിയും അവന്റെ കാരുണ്യവും അവന്റെ ഔദാര്യവുമാകുന്നു, അവന്റെ അനുഗ്രഹവുമാകുന്നു. ആ അർത്ഥത്തിലാണ് സ്വർഗത്തിൽ എത്തിച്ചേർന്ന ശേഷം പ്രയോഗിക്കുന്നിടത്തൊക്കെ ബഹുവചനമായിട്ട് പ്രയോഗിക്കുന്നതും കൊടുക്കാം എന്ന് പറയുന്നിടത്തൊക്കെ ആയി പ്രയോഗിച്ചതും ഈ ഒരു ഉദ്ദേശത്തിന് വേണ്ടിയാണ് എന്ന് ചില മുഫസ്സിറുകൾ വിശദീകരിക്കുന്നുണ്ട്. ഇമാം റാസി റഹിമഹുള്ളയൊക്കെ ആ രൂപത്തിൽ വിശദീകരിച്ച പണ്ഡിതനാണ്. വല്ലാഹു അഅലം. 16-ാമത്തെ ആയത്ത്, ആഖിദീന മാ ആതാഹും റബ്ബുഹും ഇന്നഹും കാനൂ ഖബല ദാലിക മുഹ്സിനീൻ. ആഖിദീന, അവർ സ്വീകരിച്ചുകൊണ്ടിരിക്കും, ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കും. അഹദ എടുത്തു, ആഖിദീന എടുത്തു, അല്ലെങ്കിൽ സ്വീകരിച്ചു, ഏറ്റുവാങ്ങി എന്നൊക്കെ പറയാം. അപ്പൊ അവർ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കും. മാ ഒന്ന്, ആതാഹും അവർക്ക് കൊടുക്കുന്നതായ ഒന്ന്. അപ്പോ റബ്ബുഹും അവരുടെ റബ്ബ്, അവരുടെ നാഥൻ, അവരുടെ രക്ഷിതാവ് അവർക്ക് നൽകിയതിനെ അവർ സന്തോഷപുരസ്സരം ഏറ്റുവാങ്ങുന്നു. ഇന്നഹും തീർച്ചയായും അവർ കാനു അവരായിരുന്നു ഖബല ദാലിക ഇതിന്റെ മുമ്പ് മുഹ്സിനീൻ ഇഹ്സാൻ ചെയ്തവരായിരുന്നു, സുഹൃതം ചെയ്തവരായിരുന്നു, നന്മ ചെയ്തവരായിരുന്നു. ഇഹ്സാൻ എന്നുള്ളതിന് നന്മ എന്ന് കൃത്യമായി പറഞ്ഞാൽ അത് ശരിയാവില്ല, ചെറിയൊരു അർത്ഥ വ്യത്യാസം അതിനുണ്ട്, വിശദീകരിക്കാം. അപ്പൊ ഇവിടെ പറഞ്ഞ എന്താ, അള്ളാഹു ആ സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞ ശേഷം നാഥനായ പടച്ച റബ്ബ് അവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഓരോന്നിലും അവർ അതീവ സന്തുഷ്ടരും അവര് വളരെ ബഹുമാന പുരസ്സരം അത് ഏറ്റുവാങ്ങുകയും ചെയ്യുന്നു, സന്തോഷത്തോടുകൂടി അവർ ഏറ്റുവാങ്ങുകയും ചെയ്യുന്നു. അപ്പൊ എന്താ അങ്ങനെ ഏറ്റുവാങ്ങുന്നു എന്ന് പറയാൻ കാരണം, സ്വർഗം അനന്തമായ സുഖ സൗകര്യങ്ങളാണ്. അനന്തമായ സുഖ സൗകര്യങ്ങൾ, പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അറ്റമില്ലാത്ത സുഖ സൗകര്യങ്ങളാണ് സ്വർഗത്തിലുള്ളത്. അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത് അങ്ങനെയാണ്. ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, ഒരു ചിന്തക്കും അറ്റം കിട്ടാത്ത വിധത്തിലുള്ള സുഖ സൗകര്യങ്ങളാണ് അള്ളാഹു സ്വർഗത്തിൽ ഒരുക്കി വെച്ചിട്ടുള്ളത്. അപ്പൊ അതിങ്ങനെ അള്ളാഹു നൽകിക്കൊണ്ടേയിരിക്കും, വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഒന്ന് കൊടുത്തു, വീണ്ടും മറ്റൊന്ന് കൊടുത്തു, വീണ്ടും മറ്റൊന്ന് കൊടുത്തു, പദവി കൊടുത്തു, വീണ്ടും ഉയർന്ന പദവി കൊടുത്തു, ഉയർന്ന പദവി കൊടുത്തു, സൗകര്യങ്ങൾ നൽകി, വീണ്ടും അതിനേക്കാളും കൂടിയ സൗകര്യങ്ങൾ, വീണ്ടും അതിനേക്കാളും കൂടിയ സൗകര്യങ്ങൾ, ഇങ്ങനെ അള്ളാഹു നൽകിക്കൊണ്ടിരിക്കും. ഭക്ഷ്യവസ്തുക്കളാണെങ്കിലും അങ്ങനെ തന്നെ ഓരോന്നും തോന്നുന്ന ഭക്ഷണങ്ങൾ, ആഗ്രഹിക്കുന്ന ഭക്ഷണങ്ങൾ നൽകിക്കൊണ്ടിരിക്കും, രുചികരമായ വേറെ ഭക്ഷണം നൽകിക്കൊണ്ടിരിക്കും, വീണ്ടും മാറ്റമുള്ള ഭക്ഷണം നൽകിക്കൊണ്ടിരിക്കും. ഒരേ ഭക്ഷണം കഴിച്ച് മടുപ്പുണ്ടാകുന്ന പ്രശ്നമല്ല, വിവിധങ്ങളായ ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള വ്യത്യസ്ത വർണ്ണത്തിലും പിന്നെ രുചിയിലുമുള്ള രൂപത്തിലുമുള്ള ഭക്ഷ്യ വസ്തുക്കൾ അവർക്ക് പലതായിട്ട് നൽകിക്കൊണ്ടിരിക്കും. അപ്പൊ ഇതൊക്കെ ഏത് സമയത്ത് എന്തൊക്കെ അള്ളാഹു തൃപ്തിപ്പെട്ടുകൊണ്ട് നൽകുന്നോ അതെല്ലാം വളരെ സന്തോഷത്തോടുകൂടി അവർ സ്വീകരിച്ചു കൊണ്ടിരിക്കും. എന്നിട്ട് പറയുന്നതോ, കാനു ഖബല ദാലിക മുഹ്സിനീൻ, ഈ സ്വർഗത്തിലെത്തുന്നതിന്റെ മുമ്പ്, അതായത് ദുനിയാവിലെ ജീവിതത്തിൽ അവർ ഇഹ്സാൻ ചെയ്തുകൊണ്ട്, സുഹൃതം ചെയ്തുകൊണ്ട് ജീവിച്ചവരായിരുന്നു. പറഞ്ഞത് എന്താ? അതിന്റെ വില. ഏതിന്റെ വില? ഏതിന്റെ വില? സ്വർഗത്തിന്റെ വില. എന്ത് സാധനം കൊണ്ട് കിട്ടണമെങ്കിൽ വില അങ്ങോട്ട് കൊടുക്കണ്ടേ? ഒന്നും വെറുതെ കിട്ടൂലല്ലോ, അല്ലെ? വെറുതെ കിട്ടിയാൽ അതിനോട്ട് വില ഉണ്ടാവില്ല. അപ്പോ ഈ സ്വർഗത്തിൽ നിന്ന് അവർക്ക് ഓരോന്നും ലഭിക്കുന്നത് എന്തിന്റെ ഫലമാണ്? അവർ ദുനിയാവിൽ വെച്ച് ചെയ്തതിന്റെ ഫല. അതാണ് കാനു ഖബല ദാലിക, ഈ സ്വർഗത്തിൽ എത്തുന്നതിന് മുമ്പ് ഇവർ മുഹ്സിനീൻ സുഹൃതം ചെയ്യുന്നവരായിരുന്നു. ആ സുഹൃതം ചെയ്തുകൊണ്ട്, ഇഹ്സാൻ ചെയ്തുകൊണ്ട് നേടിയെടുത്തതാണ്. അപ്പൊ എന്താണ് ഈ ഇഹ്സാൻ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിലൂടെ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലിരുന്ന് ഈമാൻ എന്താണ്, ഇസ്ലാം എന്താണ് എന്നൊക്കെ ചോദിച്ച് ശേഷം ചോദിച്ച 3-ാമത്തെ ചോദ്യമാണ് വമൽ ഇഹ്സാൻ, എന്താകുന്നു ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ? നന്മ എന്ന് അല്ലെങ്കിൽ സുഹൃതം എന്ന് നമുക്ക് വേണമെങ്കിൽ മലയാളത്തിൽ പറയാം. പക്ഷെ അത്
പിന്നെ അതിന്റെ എല്ലാ അർത്ഥതലങ്ങളിലേക്കും പറ്റിയ വാക്കല്ല നന്മ എന്നത്. അത് ഇഹ്സാൻ എന്ന് തന്നെ പറയണം. എന്താണ് ഇഹ്സാൻ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. അൽ ഇഹ്സാനു അൻ തഅബുദ റബ്ബക അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. എല്ലാവർക്കും അറിയാവുന്നതാ. അതായത് ഇഹ്സാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ റബ്ബിനെ നീ ആരാധിക്കണം, അള്ളാഹുവിന് നീ ആരാധന അർപ്പിക്കണം. ഏത് രൂപത്തിൽ? നീ അള്ളാഹുവിനെ കാണുന്നുണ്ട് എന്ന രൂപത്തിൽ. നീ ആരാധനകൾ ഓരോന്നും അർപ്പിക്കുന്ന സമയത്ത്, നിന്റെ ജീവിതത്തിലെ ഓരോ പ്രവർത്തന സമയത്തും അള്ളാഹുവിനെ നിന്റെ മുമ്പിൽ നീ നേരിട്ട് കാണുന്നുണ്ട് എന്ന ഒരു ചിന്ത, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ, അതേ രൂപത്തിലുള്ള ഒരു മാനസികാവസ്ഥ നിനക്കുണ്ടാവണം. ഒരാളെ കണ്ടുകൊണ്ട് അയാൾക്ക് വേണ്ടി പണിയെടുക്കുന്നതും അയാളുടെ അഭാവത്തിൽ അയാൾക്ക് വേണ്ടി പണിയെടുക്കുന്നതും തമ്മിൽ വളരെ വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ടാണല്ലോ ജോലിക്കാരുടെ മുമ്പിലും ഒക്കെ അവർ നോക്കാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ അതിന്റെ ഉടമക്ക്, തൊഴിലുടമക്ക് കഴിയുമെങ്കിൽ തൊഴിലുടമ തന്നെ നിൽക്കും. തൊഴിലുടമക്ക് അത് കഴിയില്ലെങ്കിൽ അത് നോക്കാൻ വേണ്ടി ശമ്പളം കൊടുത്ത് വേറെ ആളെ ഏൽപ്പിക്കും. മേസിൽ എന്നൊക്കെ പറയും അല്ലേ, വേറെ ആളെ ഏൽപ്പിക്കും. കാരണം എന്താ? ആള് നോക്കുന്നുണ്ട് എന്ന് കണ്ടാൽ അവിടെ ആ പണിക്കുണ്ടാകുന്ന ഒരു ആത്മാർത്ഥതയും, ആള് സ്ഥലത്തില്ല എന്ന് കണ്ടാൽ ആ പണിക്കുള്ള ആത്മാർത്ഥത കുറവും നമുക്കൊക്കെ അറിയാവുന്നതാണ്. ലോകർക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് ജോലിയെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കാൻ ആളെ വെക്കുന്നത്. അപ്പൊ അള്ളാഹു, നീ ഇബാദത്ത്, അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുന്നത് ചെയ്യുന്ന സമയത്ത് നീ ഇബാദത്ത് ചെയ്യപ്പെടുന്നവനായ നിന്റെ ആരാധ്യനായ അള്ളാഹു നിന്റെ മുമ്പിലുണ്ട്, നീ അവനെ കാണുന്നുണ്ട് എന്ന ബോധ്യം നിന്റെ മനസ്സിലുണ്ടാവണം. ആ നിലക്ക് അത്രയും ആത്മാർത്ഥമായിട്ട് നിന്റെ കണ്ണൊന്ന് തെറ്റിയാൽ, നിന്റെ മിഴിയൊന്ന് ചിമ്മിയാൽ, നിന്റെ കാതൊന്ന് മറ്റിടത്തേക്ക് പോയാൽ, നിന്റെ കൽബിൽ മറ്റെന്തെങ്കിലും ഒരു ചിന്ത വന്നാൽ, നിന്റെ മുമ്പിലുള്ള എൻ്റെ നാഥൻ, എൻ്റെ റബ്ബ് അതറിയുന്നുണ്ട്, കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിനെ പൂർണ്ണമായി ഞാൻ മനസ്സിൽ കയറ്റി, മനസ്സിൽ അർപ്പിച്ച് അള്ളാഹുവിന്റെ മുമ്പിൽ ഞാൻ പൂർണ്ണ മനസ്സോടെ യാതൊരു ദുഷിച്ച ചിന്തയുമില്ലാതെ ഇബാദത്ത് ചെയ്യണം. അതാണെന്ത്? ഇഹ്സാൻ. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു കൊടുത്തു. എന്ത്? നീ യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ അങ്ങോട്ട് കാണുന്നില്ല. കാരണം നിന്റെ കണ്ണുകൾക്ക്, മനുഷ്യന്റെ കണ്ണുകൾക്ക്, നമ്മുടെ കണ്ണുകൾക്ക് ഇന്ന് അള്ളാഹുവിനെ കാണാൻ സാധിക്കില്ല. അതിനുള്ള കഴിവ് അള്ളാഹു പരലോകത്ത് വെച്ചേ തരുള്ളൂ. ഇന്നത്തെ കണ്ണ് അള്ളാഹുവിനെ കാണാൻ പറ്റാത്ത കണ്ണാ, അതിന് പര്യാപ്തമല്ല നമ്മുടെ കണ്ണ്. ആ കാഴ്ച നമുക്കില്ല. അള്ളാഹുവിനെ അവിടെ വെച്ചാൽ കാണാം. യഥാർത്ഥത്തിൽ ഇവിടെ വെച്ച് നീ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും ഫഇന്നഹു യറാക, അവൻ നിന്നെ കാണുന്നുണ്ട്. ഓർമ്മ വേണം, അള്ളാഹു എപ്പോഴും നിന്നെ കാണുന്നുണ്ട്, നിന്നെ കേൾക്കുന്നുണ്ട്, നിന്നെ മനസ്സിലാക്കുന്നുണ്ട്. ആ ബോധത്തോടുകൂടി മുമ്പിൽ അള്ളാഹുവുണ്ട് എന്ന് തോന്നുന്ന വിധത്തിൽ അത്രയും ആത്മാർത്ഥമായി നീ ഇബാദത്ത് ചെയ്യണം, അമൽ ചെയ്യണം. അതാണ് ഇഹ്സാൻ. അങ്ങനെ ഇഹ്സാൻ ചെയ്തവർക്കാണ് എന്ത് പറയുന്നത്? ഈ സ്വർഗത്തിൽ അള്ളാഹു സുഖ സൗകര്യങ്ങൾ നൽകുന്നു. എന്നിട്ട് ആഖിരീന മാ ആതാഹും റബ്ബുഹും, അവർക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ഓരോന്നിലും അവർ വളരെ ആദരവോടുകൂടെ, സന്തോഷത്തോടുകൂടെ അത് ഏറ്റുവാങ്ങുന്നവരാണ്. ഇന്നഹും കാനു, തീർച്ചയായും അവരായിരുന്നു, ഖബല ദാലിക മുഹ്സിനീൻ, ഇതിന്റെ മുമ്പ് സുഹൃതം ചെയ്യുന്നവരായിരുന്നു. 17-18 ആയത്ത്. കാനു ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. കാനു, അവരായിരുന്നു, ഖലീലൻ, അല്പം മാത്രം, മാ യഹ്ജഊൻ, ഉറങ്ങുന്നവരായിരുന്നു. അപ്പോ രാത്രിയിൽ കുറച്ച് മാത്രമേ അവർ ഉറങ്ങുമായിരുന്നുള്ളൂ. രാത്രി വിശ്രമത്തിന്റെ സമയമാണ്, സുഖമായി ഉറങ്ങാവുന്ന സമയമാണ്. എന്നിരുന്നാലും അവർ രാത്രിയിൽ അല്പം മാത്രമേ ഉറങ്ങാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നുള്ളൂ. ബാക്കി സമയം അള്ളാഹുവിനെ ഇബാദത്തെടുക്കുന്നതിനും നമസ്കരിക്കുന്നതിനും മറ്റ് പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നതിനും അതേപോലെയുള്ള സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി നീക്കിവെച്ചതായിരുന്നു അവരാണ് ഇഹ്സാൻ ചെയ്തിട്ടുള്ള മുത്തഖികളായ ആൾക്കാർ. അതിന്റെ പ്രതിഫലം എന്ന നിലക്കാണ് അവർക്ക് സ്വർഗം ലഭിച്ചത്. അഥവാ ആ സ്വർഗം ലഭിക്കാൻ വേണ്ടി അവർ ഇവിടെ കൊടുത്ത വിലയാണ് 16-ാമത്തെ ആയത്തിൽ പറഞ്ഞതുപോലെ ഇഹ്സാൻ ചെയ്തു എന്നത്. 17-ാമത്തെ ആയത്തിൽ പറഞ്ഞതുപോലെ രാത്രിയിൽ ദീർഘനേരം അള്ളാഹുവിനെ ഇബാദത്തെടുത്ത് കഴിച്ചു കൂട്ടി എന്നുള്ളത്. രണ്ട് കാര്യങ്ങളായി അവർ കൊടുത്തിട്ടുള്ള വിലയാണ് കേട്ടോ. ഇനി മൂന്നാമതും പറയുന്നു, വബിൽ അസ്ഹാരി, പാതിരാ സമയത്ത് അഥവാ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ, ഹും, അവർ, യസ്തഗ്ഫിറൂൻ, പാപമോചനം തേടുകയും ചെയ്തിരുന്നു. അങ്ങനത്തെവരാണ് ഈ മുത്തഖികളും മുഹ്സിനുകളുമായ ആൾക്കാർ. രണ്ട് കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഇതില് ഈ 17-18 ആയത്തിൽ പറയുന്നത് രാത്രിയിൽ അല്പസമയം മാത്രം ഉറങ്ങും, ബാക്കി സമയം ഖുർആൻ പാരായണത്തിനും നമസ്കാരത്തിനും വേണ്ടി അവർ നീക്കിവെക്കുമായിരുന്നു. അതുപോലെ രാത്രിയുടെ അവസാന സമയം, എല്ലാവരും സുഖമായി ഉറങ്ങുന്ന സമയത്ത് അവിടെ എഴുന്നേറ്റ് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ, പാപമോചനത്തിന് വേണ്ടി തേടുമായിരുന്നു. ദീർഘമായി ഒരുപാട് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. രാത്രിയുടെ അവസാന സമയമാകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറപ്പെടുത്തുക, രാത്രിയുടെ അവസാന സമയമാകുമ്പോൾ അള്ളാഹു 1-ാമത്തെ ആകാശത്തിലേക്ക് ഇറങ്ങി വരും. എങ്ങനെയാണ് ഇറങ്ങല്? അത് അള്ളാഹുവാണ്. അള്ളാഹു പറഞ്ഞതാണ്, അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതാണ്. ആകാശത്തേക്ക്, 1-ാമത്തെ ആകാശത്തിലേക്ക്
അള്ളാഹു അടുത്തു വരും, അഥവാ ഇറങ്ങി വരും. എന്നിട്ട് അള്ളാഹുവിന്റെ ചോദ്യമുണ്ട്, ഫഹൽ മിൻ മുസ്തഗ്ഫിരിൻ ഫഅസ്തഗ്ഫിർ വഹൽ മിൻ സായിലിൻ ഫഉഅ്തീഹ്. ആരെങ്കിലും എന്നോട് ചോദിക്കുന്നവരുണ്ടോ, ഞാൻ നൽകാം. ആരെങ്കിലും എന്നോട് പാപമോചനത്തിന് വേണ്ടി ചോദിക്കുന്നുണ്ടോ, ഞാൻ അവർക്ക് പാപമോചനം നൽകാം എന്ന് അള്ളാഹു പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന. രാത്രിയുടെ അവസാന സമയത്ത് ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വന്ന് അള്ളാഹു മനുഷ്യരുടെ അടുത്തേക്ക് ഇറങ്ങി വന്ന് മനുഷ്യരോട് ചോദിക്കുകയാണ് രാത്രിയുടെ അവസാന സമയത്ത്. ആ സമയത്ത് ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് അള്ളാഹുവോട് പ്രാർത്ഥിച്ചാൽ അവന് നരകം ഹറാമാക്കിയിട്ടുണ്ട് എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. ശരീരത്തിൽ ജിഹാദ് ചെയ്ത് പൊടിപുരണ്ട ശരീരവും നരകവും തമ്മിൽ ഒന്നിച്ചു ചേരില്ല എന്ന ഹദീസിൽ കാണാം. അങ്ങനെ ഇസ്ലാമിന് വേണ്ടി യുദ്ധം ചെയ്ത് ജിഹാദ് ചെയ്ത് ത്യാഗം അനുഭവിച്ച് അങ്ങനെ അവിടുത്തെ പൊടി പുരണ്ടിട്ടുള്ള ആ യുദ്ധക്കളത്തിലെ പൊടി പുരണ്ട ശരീരം, ആ പൊടിയും നരകവും തമ്മിൽ ചേരില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. എല്ലാവരും ഉറങ്ങുമ്പോൾ എഴുന്നേറ്റിരുന്ന് അള്ളാഹുവോട് കരഞ്ഞുകൊണ്ട് പാപമോചനം ഇരന്ന മനുഷ്യൻ, ആ കരഞ്ഞ കണ്ണുനീരും ആ കണ്ണും അള്ളാഹുവിനെ ഓർത്ത് കണ്ണീരൊലിപ്പിച്ച കണ്ണും നരകവും ഒന്നിച്ചു ചേരില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നമ്മൾ ആലോചിച്ച് നോക്കുക. ജീവിതത്തിലെ എന്തെങ്കിലുമൊക്കെ അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി മാറ്റിവെക്കുക, കുറച്ച് സമയമൊക്കെ അള്ളാഹുവിൻ്റെ ഇബാദത്തിന് വേണ്ടി നീക്കി വെക്കുക. വലിയ പുണ്യം നമുക്ക് നേടാൻ കഴിയും കേട്ടോ. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. 19-ാമത്തെ ആയത്ത്, വഫീ അംവാലിഹിം ഹഖ്ഖുൽ ലിസ്സായിലി വൽ മഹ്റൂം. വഫീ അംവാലിഹിം, അവരുടെ സ്വത്തുക്കളിൽ, ഹഖ്ഖുൻ, ഒരവകാശമുണ്ടായിരിക്കും, ലിസ്സായിലി, ചോദിക്കുന്നവർക്ക് അഥവാ ചോദിച്ചു വരുന്നവർക്കും, വൽ മഹ്റൂം, ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളുണ്ടായ, പ്രയാസങ്ങളുണ്ടായ, അല്ലെങ്കിൽ ജീവിതത്തിലെ തടസ്സം ബാധിച്ചവർക്കും. മഹ്റൂം എന്ന് പറഞ്ഞാൽ തടസ്സം ബാധിച്ചവർ എന്നാണ്. അതായത് ജീവിക്കാൻ, മുമ്പോട്ട് പോകാൻ ഒരുപാട് തടസ്സങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികൾ എന്നർത്ഥം. ഇവർക്ക് രണ്ടുപേർക്കും, രണ്ട് വിഭാഗത്തിനും അവരുടെ സ്വത്തുക്കളിൽ ഒരു വിഹിതം അവർ നൽകുന്നവരാകുന്നു. ഇതും മുത്തഖികളുടെ മറ്റൊരു വിശേഷണമാണ് പറഞ്ഞിട്ടുള്ളത്. മുത്തഖികളുടെ വിശേഷണം പറഞ്ഞത് 16-ാം ആയത്തിൽ അവർ ഇഹ്സാൻ ചെയ്യുന്നവരാണ്, സുഹൃതം ചെയ്യുന്നവരാണ്. 17-ാം ആയത്തിൽ രാത്രിയിൽ അല്പസമയം അവർ ഉറങ്ങുകയുള്ളൂ. 18-ാം ആയത്തിൽ രാത്രിയുടെ അവസാന സമയത്ത് അവർ അള്ളാഹുവിനോട് പാപമോചനത്തിന് തേടിക്കൊണ്ടിരിക്കും. 19-ാമത്തെ ആയത്തിൽ അവർക്ക് അള്ളാഹു നൽകിയ സമ്പത്തുണ്ടല്ലോ, അവരുടെ സമ്പത്ത്, ആ സമ്പത്തിൽ ചോദിച്ചു വരുന്നവർക്കും ജീവിതം തടസ്സപ്പെട്ടു നിൽക്കുന്നവർക്കും അവകാശമുണ്ട്, അതവർ നൽകിക്കൊണ്ടിരിക്കും. ഈ സ്വഭാവമുള്ളവരും ദാനധർമ്മം ചെയ്യും എന്നർത്ഥം. അവർക്ക് ഒരു നിശ്ചിത വിഹിതമുണ്ട് എന്ന് പറയുന്ന ആയത്തുകളുണ്ട്. ചോദിച്ചു വരുന്നവർക്ക് വിഹിതമുണ്ട്, അവകാശമുണ്ട് എന്ന് പറയുന്ന ആയത്തുകൾ, ധാരാളം ആയത്തുകൾ കാണാം നമുക്ക് ഖുർആനിൽ. നമസ്കരിക്കണം എന്ന് പറയുന്നിടത്തൊക്കെയും നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹുവിന് വേണ്ടി ദാനം ചെയ്യണം എന്നും പറയുന്നുണ്ട്. യുഖീമൂന സ്വലാത്ത വയുതൂന സക്കാത്ത, അല്ലേ? നമസ്കാരം നിർവഹിക്കുന്നവരാണ്, സക്കാത്ത് കൊടുക്കുന്നവരാണ്. ഇങ്ങനെ ഒന്നിച്ച് പറയുന്നത് ധാരാളം സ്ഥലത്ത് ഖുർആനിൽ കാണാൻ സാധിക്കും. അപ്പോൾ സമ്പത്ത് പാവപ്പെട്ടവർക്ക് വേണ്ടി, അഗതികൾക്ക് വേണ്ടി, വിധവകൾക്ക് വേണ്ടി, അനാഥകൾക്ക് വേണ്ടി, ജീവിതത്തിൽ പ്രയാസം അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഒരു ഭാഗമെങ്കിലും അതിൽ നിന്ന് നീക്കി വെക്കേണ്ടത് ഓരോ സത്യവിശ്വാസിയുടെയും ബാധ്യതയാണ് എന്നാണ് ഈ 19-ാമത്തെ ആയത്ത് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. ഇതൊക്കെ ചെയ്യുന്നവർക്കാണ് സ്വർഗം ലഭിക്കുന്നത്. ഇത് രണ്ടും ഇപ്പം നമ്മൾ മനസ്സിലാക്കി. നരകത്തിൽ പോകുന്നവരുടെ സ്വഭാവം, അവരുടെ ദുഷിച്ച വാക്ക്, അവരുടെ തെറ്റായ പ്രവർത്തനങ്ങൾ, അബദ്ധജടിലമായ വിശ്വാസങ്ങൾ, ഊഹിച്ച് പലതും പറയുന്നത്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി അവർ നരകത്തിലാണ് എന്ന് വ്യക്തമാക്കി അള്ളാഹു പറഞ്ഞു. തുടർന്ന് സ്വർഗത്തിൽ പോകുന്ന ആൾക്കാരെ സംബന്ധിച്ച് അള്ളാഹു വിശദീകരിച്ചു. മുത്തഖികളെ സംബന്ധിച്ച് അവർ ഇഹ്സാൻ ചെയ്യുന്നവരാണ്, അവർ രാത്രിയിൽ ഉറക്കമൊഴിഞ്ഞ് നമസ്കരിക്കുന്നവരാണ്, അള്ളാഹുവോട് ഇസ്തിഗ്ഫാർ നടത്തുന്നവരാണ്, അവരുടെ സമ്പത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി ചെലവഴിക്കുന്നവരാണ്. ഇവരൊക്കെയാണ് സ്വർഗത്തിൽ പോകുന്നത്. അത്തരക്കാരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളുടെ അമലുകളൊക്കെയും സൽക്കർമ്മങ്ങളൊക്കെയും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ സർവ്വ തെറ്റുകളും അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മളുടെ ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരന്മാർ, എല്ലാവർക്കും, കുടുംബക്കാർ തുടങ്ങിയ എല്ലാവർക്കും അള്ളാഹു അവരുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിച്ച് അള്ളാഹു അവർക്ക് അനുഗ്രഹം നൽകുമാറാകട്ടെ. അവരിൽ നിന്ന് വന്നുപോയ തെറ്റുകൾ വല്ലതും ഉണ്ടെങ്കിൽ അള്ളാഹു അത് പുറത്തു കൊടുക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.